റൂഹായിക്കും സ്തുതി, ആദ്യം എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് എന്ന് പറയുന്നത്. മരിച്ചവരുടെ ആത്മാക്കൾ വിശുദ്ധിയിൽ വളരുന്നുണ്ടോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പലരുടെയും വിശ്വാസം. പലരുടെയും എന്ന് പറയുമ്പോൾ നവീകരണ സഭകൾ, പെന്തിക്കോസ്ത് സഭകൾ, മർത്തോമാ സഭകൾ മുതലായ. ഒരു മർത്തോമാ സഭയിൽ ഒരാഴ്ച 2 ദിവസം മുമ്പ് സംസാരിക്കുന്നതാണ് ഒരു വീഡിയോയിൽ കണ്ടു പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ ജീവനോടിരിക്കുന്നുണ്ട്, അവർ സ്വസ്ഥതയിലിരിക്കുകയാണ്, ജീവനുണ്ട്, അവർ സ്വസ്ഥതയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആത്മാക്കൾക്ക് വളരാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും അർത്ഥമില്ല. അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സങ്കീർത്തനത്തില് ദാവീദ് എന്താ പറയുന്നത്? മരിച്ചവരും മൗനതയിൽ ഇറങ്ങുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, നാമോ ഇന്നും എന്നേക്കും യഹോവയെ സ്തുതിക്കും. മരിച്ചവരെന്നാണ് ഉദ്ദേശിക്കുന്നത് ആത്മീയമായി മരിച്ചവര് എന്നും അർത്ഥപ്പെടാം. ഇവിടെ ശാരീരികമായി തന്നെ ഉദ്ദേശിച്ചോ അവർ മരിച്ചുപോയി, അവർ മൗനതയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് പലരുടെയും ധാരണ. മൗനതയിലാണ്, പിന്നെ കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവർ കേൾക്കുകയില്ല. ദൈവം അവർക്ക് വേണ്ടി കേൾക്കുകയില്ല. ദൈവം കേൾക്കില്ല എന്നല്ല, ദൈവ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കൂല, കൊടുത്തിട്ട് കാര്യമില്ല. താഴെ ദാവീദ് പറയുന്നത്, എന്നാൽ നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. ഇന്നു മുതൽ എന്നും എന്നേക്കും, മരണശേഷവും എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഒരു വിശ്വാസി മരിച്ചു പോയാലും അവന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. അപ്പോ മരിച്ചുപോയാൽ ഒന്നുകിൽ പാതാളത്തിൽ, അല്ലെങ്കിൽ പർദീസയിൽ. മരിച്ചവരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് പോകും. ദൈവം നിശ്ചയിക്കുന്ന സ്ഥലത്തോ സ്ഥിതിയിലോ തലത്തിലോ ആ ആത്മാക്കൾ സ്ഥിതി ചെയ്യുകയാണ്. അലഞ്ഞേരി കിടക്കുകയില്ല, അവിടെ കിടന്ന് ബോധമില്ലാതെ ഉറങ്ങുകയില്ല. ആത്മാവിന് ജീവനുണ്ട്, അത് നശിക്കില്ല. ശരീരത്തെ പദാർത്ഥം കൊണ്ടുണ്ടാക്കിയത് അത് ജീവൻ പോയ നശിച്ചു, ദഹിച്ച് ദ്രവത്വം പ്രാപിക്കും. എന്നാൽ ആത്മാവ് പദാർത്ഥമയമല്ല. ശരീരത്തിൻ്റെ ദൈവം മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് അവൻ്റെ മൂക്കിൽ ജീവവിശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. നാം ഓരോരുത്തരും ജനിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഭ്രൂണത്തിൽ സന്നിവേശിപ്പിക്കുകയാണ്. അത് ഓരോരുത്തർക്കും ഓരോ ആത്മാവാണ്. ആത്മാവ് പദാർത്ഥമയമല്ലാത്തതിനാൽ, പദാർത്ഥം കൊണ്ട് സൃഷ്ടിക്കപ്പെടാത്തതിനാൽ അതിന് അവസാനമില്ല. ജീവനോടിരിക്കണേ, ജീവനോടിരിക്കുന്ന ഒരു സംഗതിക്ക് അല്ലെങ്കിൽ ഒരു സാധനത്തിന് വളരാതിരിക്കാൻ പറ്റൂല. പറ്റുമോ? വളരാതിരിക്കണമെങ്കിൽ അത് ചത്തുപോകണം, അല്ലെങ്കിൽ നശിച്ചു പോകണം. ഒരു വിത്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ അതിന് ചൈതന്യരഹിതമായിട്ടിരിക്കാൻ പറ്റൂല.
അതിന് പറ്റിയ കാലാവസ്ഥ വരുമ്പോൾ ജീവൻ എപ്പോഴും ഉണ്ട്. പറ്റിയ കാലാവസ്ഥ വരുമ്പോഴും വേണം, വെള്ളം കിട്ടണം, അത് പൈ കൊണ്ട് വരും എന്ന് പറഞ്ഞ പോലെ. ഞാൻ ഉപമ പൂർണ്ണമായിട്ട് പറയാനല്ല, എന്നാലും നാമോ ഇന്ന് വന്നേക്ക് യഹോവയെ സ്തുതി. യഹോവയെ സ്തുതിക്കുന്നവൻ തീർച്ചയായിട്ടും ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അഭിവൃദ്ധി ഉണ്ടാകുകയാണ്. അതിന് ജീവനുണ്ടോ അത് വളരും, വളരാതിരിക്കാൻ പറ്റൂല. സ്തുതിക്കാൻ പറ്റിയില്ലെങ്കിൽ വളരൂല, മനഃപൂർവ്വം സ്തുതിക്കാണ്ടിരുന്നാലും വളരൂല. നാമോ ഇന്നും എന്നേക്ക് യഹോവയെ സ്തുതിക്കും, എന്ന് യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പർദീസയിലുള്ളവർ, പാതാളത്തിൽ പോകുന്നവർക്ക് സ്തുതിക്കാൻ പറ്റിയില്ല എന്ന് വരികയും അവന് കൃപ നഷ്ടപ്പെട്ട് ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അത് ശരിയാണ്. അവനെങ്ങനെ സ്തുതിക്കാൻ പറഞ്ഞേ? ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകാനും സമർത്ഥമായ ജീവൻ നൽകാനാണ് വന്നിരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞത്. അത് ശാരീരിക ജീവനല്ല, ആത്മീയ ജീവനാണ്. ആത്മജീവൻ നഷ്ടപ്പെട്ടവന് എങ്ങനെ സ്തുതിക്കാൻ പറ്റണേ? ഒരുവൻ മരിച്ചു പോകുമ്പോൾ പാപിയായിരുന്നെങ്കിൽ അവൻ അവസാന നിമിഷത്തിൽ ഒരു മാനസാന്തരം വന്നു നമുക്കറിയാൻ പാടില്ല. മാനസാന്തരം വന്നില്ലെങ്കിലും കർത്താവ് അവൻ്റെ അറിവുകൊണ്ട് അറിവുകൂടാതെയോ മനസ്സോടോ മനസ്സുകൂടാതെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. നീ കരുണയും കൃപയുള്ളവനല്ലേ. ആരും നഷ്ടമാകാതിരി പോവാൻ നീ ആഗ്രഹിക്കുന്നല്ലോ. തെറ്റ് ചെയ്യാത്തവൻ ആരുമില്ലല്ലോ, നിന്റെ ഏകജാതനല്ലാതെ തെറ്റ് ചെയ്യാത്തവൻ ആരുമില്ല. അവനോട് ക്ഷമിച്ചു കൊടുക്കണം. കർത്താവിന് ഉയർപ്പിന് ശേഷം താൻ കരുണയും കൃപയുമാകുന്ന പനിനീര് മരിച്ചവരുടെ അസ്ഥികളിന്മേൽ തളിച്ചു കൊടുത്തു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അവിടെ പുസ്തകത്തിൽ അങ്ങനെയുണ്ട്. ഹാനിനെ ആദിയായരുടെ പൈതങ്ങളുടെ മേൽ കരുണയാകുന്ന പനിനീർ തളിച്ച മാലാഹ കർത്താവെ ഞങ്ങളുടെ മരിച്ചവരുടെ ശരീരത്തിന്മേലും കരുണയാകുന്ന പനിനീർ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനത്തിലാണ് നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച അനിയ ഞായറാഴ്ചയാണല്ലോ സെമിട്രിയിൽ പ്രദക്ഷിണമായിട്ട് പോയിട്ട് വെള്ളം തളിക്കുന്നത്, പ്രാർത്ഥിച്ച് വെള്ളം തളിക്കുന്നു. ആ പനിനീർ തളിക്കുന്നതിനോട് തുല്യമായിട്ടുള്ളൊരു പ്രതീകമായിട്ട് അത് നടത്തുന്നതാണ്. കൃപയും കരുണയാകുന്ന പനിനീര് ഹാനിനെ ആദിയായ പൈതങ്ങളുടെ മേൽ പനിനീർ തളിച്ചവനായ മാലാഖ അല്ലെങ്കിൽ കർത്താവെ എൻ്റെ ദാസരുടെ അസ്ഥികളിന്മേൽ കരുണയാകുന്ന പനീർ തളിക്കണമേ. മാലാഖ അല്ലാതെ കർത്താവ് തന്നെയാണ്. കർത്താവ് തളിക്കുന്നതിന് തുല്യമായിട്ടാണ് പട്ടക്കാരൻ അവിടെ എല്ലാ മൃതശരീരത്തിന്മേലും, ഐ മീൻ സെമിട്രിയിലെ എല്ലാ കുഴികളിലും വെള്ളം തളിക്കുന്ന ഒരു പതിവ് ചില പള്ളികളുണ്ടോ ചില പള്ളികളുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് നല്ലതാണ്. മരിച്ചവന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കും. ലാസറെ പുറത്തു വരിക, പുറത്തു വന്നു. തബീഥ ബാല എഴുന്നേൽക്കുക, അവൾ എഴുന്നേറ്റു. അപ്പം അത് കർത്താവിന് സാധിക്കും, നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മുടെ പ്രാർത്ഥന കരുണയുള്ള കർത്താവ് കേൾക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം കർത്താവിനെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കില്ലെന്ന്. അപ്പോൾ ഏതോ ചില പാപങ്ങൾ വരുവാനുള്ള ലോകത്തിൽ ക്ഷമിക്കുമെന്നല്ല അതിനർത്ഥം. ഞാൻ ഇതിനൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഈ അച്ഛൻ്റെ പ്രസംഗം കിട്ടുന്നുണ്ട്. മർത്തോമ അച്ഛൻ ആത്മാവ് ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അതിന് വളരാൻ സാധ്യമല്ല. ജീവനുണ്ടോ വളർന്നുകൊണ്ടിരിക്കും. ശരീരം വളരും, ആത്മീക ജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആത്മാവ് വളരില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥന മൂലം അതിന് വളരാൻ സാധിക്കില്ലേ?
പ്രാർത്ഥനയാലും ഉപവാസത്തിലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല. ഈ ലോകത്തിൽ മാത്രം വെച്ചെന്ന അർത്ഥത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഈ ലോകത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മാറിപ്പോളൂ, പരലോകത്തിൽ വെച്ച് ചെന്നിട്ട് പ്രാർത്ഥിച്ചാൽ ഫലമില്ലാന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ മരണശേഷം അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പല നിരകളിലായിട്ടാണ് ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ മാലാഖമാരെ പോലെ പാടി സ്തുതിക്കാൻ ഭാഗ്യം കിട്ടുന്നത്. പല നിരകളാണ്. നീ ആദ്യത്തെ നിര കൊടുക്കണ്ട, രണ്ടാമത്തെ നിര കൊടുക്കണ്ട, മൂന്നാമത്തെ നിരയെങ്കിലും നിന്നെ കൊടുത്തിട്ട് അകലേന്ന് നിന്നെ സൂചിക്കാൻ പറ്റിയെങ്കിലും അതിനുള്ള ഭാഗ്യം കൊടുക്കണമേ എന്നുള്ളതാണ്. നിരകളുണ്ട്. അത് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15 പറയുന്നുണ്ട്. നിരകളെന്ന് പറയുന്നത് പല സഭകളൊന്നുമല്ല, പല ആളുകളുമല്ല. നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം. അത് ഒന്നോരോ സർക്കാരി തരകം അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ നിരകളെന്ന് പറയുമ്പോൾ വ്യത്യാസവും. മരിച്ച ആത്മാക്കൾക്ക് അങ്ങോട്ടും സംസാരിക്കാം. മരിച്ച ആത്മാവിന് കേൾക്കാൻ പറ്റൂല്ലെങ്കിൽ കർത്താവ് പാതാളത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുക മരിച്ചവരോട്. 1 പത്രോസ് 3:18 മുതലും 4:6 മുതലും കാണുന്നുണ്ടത്. മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത് മരിച്ചവർക്ക് കേൾക്കാൻ പറ്റൂല്ലെങ്കിൽ അത് അർത്ഥമില്ലാതായി തീരില്ലേ? അത് വേദവിരുദ്ധമായിട്ട് തീരില്ലേ? മരിച്ചവരോട് സുവിശേഷം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചവർക്ക് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. വലതുവശത്തെ കള്ളനോട് ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. മഹാകള്ളൻ അവൻ ചെയ്യാത്ത കർമ്മങ്ങളില്ല, പക്ഷെ അവൻ അവസാന വർഷം മാനസാന്തരപ്പെടുന്നു. നീ രാജ്യത്തും പ്രാവശ്യം വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ നീ എന്നോടുകൂടി പരദീസയിലിരിക്കും. കർത്താവിൻ്റെ ആത്മാവ് ആകാശത്തിൽ ചെന്ന് പ്രസംഗിച്ച് അവിടെ ഉള്ളവരൊക്കെ എല്ലാവരും മാനസാന്തരപ്പെട്ടു എന്നാണ് സഭയുടെ വിശ്വാസം. പെടാത്തവരവിടെ തന്നെയാണ്. എല്ലാവരെയും ഏതെന്നെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവന്നു. വാതിൽ തുറന്നു കൊടുത്തു. ആദവനെ പുറത്താക്കിയ ഏതൻ തൊട്ടം ദൈവം തുറന്നു കൊടുത്തു. വലതുവശത്തെ കള്ളനെ പ്രവേശിപ്പിച്ചു. എല്ലാവരെയും പ്രവേശിപ്പിച്ചു. ഇന്ന് നീ എന്നോട് കൂടെ യേശുവിനോട് കൂടെ പരദീസയിലിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ മൗനതയിലിരിക്കുകയാണോ? അവൻ്റെ ആത്മാവ് വളരില്ലേ? കർത്താവിനോട് മിണ്ടിയാൽ തന്നെ ആത്മാവ് വളരും. അവന് സ്തുതിക്കാനും പറ്റും. മത്തായി 17:1 മുതൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു രൂപാന്തരീകരണം വന്നപ്പോഴാണ്. മോശെ ഏലിയാവും പ്രത്യക്ഷപ്പെട്ടില്ല അവിടെ. കർത്താവിന് വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് അവർ സംസാരിച്ചില്ലേ? കർത്താവും വലതുവശത്തെ കള്ളന് സംസാരിച്ചില്ലേ? കർത്താവ് പാതാളത്തിൽ നിന്ന് പാപികളോട് സംസാരിച്ചില്ലേ? പക്ഷെ ഇനി അങ്ങനെ ഒരു അവസ്ഥയിലുണ്ടോ? ഇനി പാതാളത്തിൽ ചെന്ന് കർത്താവ് പ്രസംഗിക്കില്ല. കാരണം അന്ന് പ്രസംഗിച്ചത് പഴയ നിയമത്തിൽ യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്നും അറിയാൻ പാടില്ല. പ്രവാചകന്മാർ ഗൂഢമായ അർത്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അത് മനസ്സിലായിട്ടില്ല. പഴയ നിയമത്തിലെ യഹോവയെ പറ്റി പലതും പറയുന്നുണ്ട്. അത് വേറെ വീഡിയോയിൽ ഞാൻ പറയാം. നിങ്ങൾക്കറിയാം എങ്കിലും ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇന്നും എന്നേക്കും യഹോവയെ സ്തുതിക്കാൻ പറ്റും. പർദീസയിലുള്ളവർക്ക്, പാതാളത്തിലുള്ളവരോട് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ മൂന്നാമത്തെ നിലയിലേക്കെങ്കിലും അവനെ ഒന്ന് പ്രവേശിപ്പിക്കണം. നീ കരുണ കാണിക്കണം, നിന്റെ പരിനീര് തളിക്കണം, ക്ഷമ കൊടുക്കണം. അവനൊത്തിരി ചെയ്തിട്ടെന്നേ. നീ കരുണയുള്ള കർത്താവല്ലേ, അവന് പാപപ്പൊറുതി കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ടത് അവൻ്റെ ഇഷ്ടമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം മരിച്ചവർ ജീവനുള്ളവർ കൂടിയതാണ് സഭ. മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും തലയാണ് കർത്താവ്. തലയോട് പ്രാർത്ഥിക്കാൻ പോലെ. അപ്പോൾ അവൻ അതിന് മറുപടി കൊടുക്കും. മൂന്നാം നിരയിലേക്കെങ്കിലും
അവനെ കൊണ്ടുപോകും എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യരുടെ ആത്മാക്കൾക്ക് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ സാധിക്കും. കാരണം അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. നാമം ഇന്നും എന്നേക്കോ പോവുകയെ സ്തുതിക്കും. എന്നാൽ പാതാളത്തിൽ പോകുന്നവർക്ക്, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധ്യമല്ലെങ്കിലും പ്രാർത്ഥന കേൾക്കുന്നവനായ കർത്താവ്, കരുണയുള്ള കർത്താവ്, ദയവാനായ കർത്താവ്, സ്നേഹമുള്ള കർത്താവ് ആ പ്രാർത്ഥന കേട്ട് മൂന്നാമത്തെ നിരയിലെങ്കിലും സ്വർഗത്തിൽ പ്രവേശിച്ച് അവൻ്റെ വിരുന്നിൽ സംബന്ധിക്കുവാൻ, കാരണം മാമോദീസായിലെങ്കിലും എൻ്റെ പരിശുദ്ധമായ ശരീരവും പരിശുദ്ധമായ രക്തവും ഇവൻ അനുഭവിച്ചിട്ടുള്ളൂ. പിന്നെ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അവൻ ഒരു പ്രാവശ്യം അവൻ അനുഭവിച്ചിട്ടുണ്ട്, സംശയമില്ല. ആ വിശ്വാസിയായ ഇവന് നീ നീതീകരണം കൊടുത്ത നിന്റെ ക്രൂശ് മരണത്തിലെ നീതീകരണം, എല്ലാവർക്കും വേണ്ടിയുള്ള മരണത്തിലെ ആ നീതീകരണം കൊടുത്ത് ഇവന് സ്വർഗത്തിൽ പ്രവേശിച്ച് എൻ്റെ പിതാവിൻ്റെ വിരുന്നിൽ നീ ഭക്ഷണം വിളമ്പുമ്പോൾ ഇവനും കൊടുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.